ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യനുകൾ ഇവയൊക്കെ നോക്കിയാലോ? ഓക്കെ. എന്നോടൊരു സുഹൃത്ത് പറയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കണം. കുറച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. എനിക്ക് സംസാരിക്കണം എന്നിങ്ങനെ പറയാം. ഐ ഹാവ് ടു ടോക്ക്. എനിക്ക് സംസാരിക്കണം. ഐ ഹാവ് ടു ടോക്ക്. നിന്നോടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ നിന്നോട് എന്നതിന് ടു യു. ഐ ഹാവ് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഐ ഹാവ് ടു ടോക്ക് ടു യു. അപ്പം ഞാൻ പറയാണ്, എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല എന്ന്. എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. നമ്മളാദ്യം എനിക്ക് സമയമുണ്ട് എന്നെങ്ങനെ പറയാമെന്ന് നോക്കാം. എനിക്ക് സമയമുണ്ട് എന്ന് പറയാൻ, എനിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ഹാവ്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നാണ്. എനിക്കുണ്ട്. എനിക്കെന്താണുള്ളത്? സമയം. അപ്പോൾ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ പറയും ഐ ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമുണ്ട്. എനിക്ക് സമയമുണ്ട്. അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് നെഗറ്റീവിലാണ് പറയണമെങ്കിൽ എനിക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയണം. ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്നാണ്. എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം എന്നാണ് പറയേണ്ടത്. എന്നാൽ ഐ ഹാവ് നോ ടൈം എന്ന് വേണമെങ്കിലും പറയാം സംസാരത്തിൽ. എന്നാൽ കറക്റ്റായിട്ട് ഗ്രാമർ ബേസിൽ ഐ ഡോണ്ട് ഹാവ് ടൈം എന്നാണ് പറയേണ്ടത്. മറ്റത് ഐ ഹാവ് നോ ടൈം എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് പറയാം? എനിക്കിപ്പോൾ സമയമില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടൈം നൗ. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ. ഐ ഡോണ്ട് ഹാവ് ടൈം നൗ. എനിക്കിപ്പോൾ സമയമില്ല. എന്തിനാണ് സമയമില്ലാത്തത്? സംസാരിക്കാൻ. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് നൗ. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് നൗ. എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പണത്തിൻ്റെ കാര്യം ഇതുപോലെ പറഞ്ഞു നോക്കിയാലോ? നിൻ്റെ കയ്യിൽ പണമുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? നിൻ്റെ കയ്യിൽ പണമുണ്ടോ? നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്ന് ചോദിക്കാം. ഡു യു ഹാവ്. ഡു യു ഹാവ്. അപ്പോൾ ഡു യു ഹാവ് മണി എന്ന് വെച്ചാൽ നിൻ്റെ അടുത്ത് പണമുണ്ടോ? ഡു യു ഹാവ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് പണമുണ്ടോ? അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ പണമില്ല എന്ന്. എൻ്റെ കയ്യിൽ പണമില്ല. പണമില്ല എന്ന് പറയാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേപോലെ തന്നെ നമുക്ക് പണമില്ല എന്ന് പറയാം അല്ലേ? ഐ ഡോണ്ട് ഹാവ് മണി. ഐ ഡോണ്ട് ഹാവ് മണി. ഐ ഡോണ്ട് ഹാവ് മണി. എന്നാൽ നമുക്ക് പറയേണ്ടത് ഇവിടെ കയ്യിൽ പണമില്ല എന്നാണ് പറയേണ്ടത്. കയ്യിൽ പണമില്ല. ഇപ്പോൾ പണമൊക്കെ എങ്ങനെയാണ്? അക്കൗണ്ടിലേക്കാണ് വരുന്നത് അല്ലേ? എല്ലാം അക്കൗണ്ട് വഴിയാണ് ഡീലിങ്സ് ഒക്കെ. അപ്പോൾ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ അങ്ങനെ എപ്പോഴും പണം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണ് കയ്യിൽ ഇപ്പോൾ പണമില്ല, പക്ഷേ എല്ലാം അക്കൗണ്ടിലാണ്. ഓൾ ഈസ് ഇൻ അക്കൗണ്ട്. അപ്പോൾ കയ്യിലില്ല എന്നെങ്ങനെ പറയണം? കയ്യിലില്ല. ഇപ്പോൾ കയ്യിലില്ല. എൻ്റെ കയ്യിലിപ്പോൾ പണമില്ല. എങ്ങനെ പറയുക? ഐ ഡോണ്ട് ഹാവ് മണി ഇൻ ഹാൻഡ്. കയ്യിൽ പണമില്ല. ഐ ഡോണ്ട് ഹാവ് മണി ഇൻ ഹാൻഡ്. അപ്പോൾ എല്ലാം അക്കൗണ്ടിലാണ്. ഓൾ ഈസ് ഇൻ അക്കൗണ്ട്. ഓൾ ഈസ് ഇൻ അക്കൗണ്ട്. പണമൊന്നും ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാറില്ല. കയ്യിൽ സൂക്ഷിച്ചു വെക്കാറില്ല അഥവാ കയ്യിൽ വെക്കാറില്ല. ഐ ഡോണ്ട് കീപ് മണി ഇൻ മൈ ഹാൻഡ്. ഐ ഡോണ്ട് കീപ് മണി ഇൻ മൈ ഹാൻഡ്. കയ്യിൽ അങ്ങനെ പണം സൂക്ഷിച്ചു വെക്കാറില്ല. കയ്യിൽ എന്നുള്ളതിന് ഇൻ മൈ ഹാൻഡ് എന്നതിന് പകരം നമുക്ക് വിത്ത് മീ ഉപയോഗിക്കാം. വിത്ത് മീ. എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് പണമൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് മണി. എ ലോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളം. ഐ ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് മണി. എന്നാൽ ഞാൻ ആവശ്യത്തിനുള്ള പണമൊക്കെ എൻ്റെ കയ്യിൽ വയ്ക്കാറുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാറുണ്ട് എന്നിങ്ങനെ പറയാം. ഐ കീപ് ഇനഫ് മണി എന്ന് പറയണം. ഐ കീപ് ഇനഫ് മണി. ഇനഫ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായത് എന്നർത്ഥം. ഐ കീപ് ഇനഫ് മണി വിത്ത് മീ. ഐ കീപ് ഇനഫ് മണി വിത്ത് മീ. ഞാൻ ആവശ്യത്തിനുള്ള പണം എൻ്റെ കയ്യിൽ വയ്ക്കാറുണ്ട് എന്നാണ് അതിനർത്ഥം. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ എന്ന് യു വെച്ച് പറയുമ്പോഴും നമ്മൾ ഐ വെച്ചിട്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് അല്ലേ? ഞാൻ എന്നാണ് പറഞ്ഞത്. യു എന്ന് നിങ്ങൾ എന്ന് വെച്ച് പറയുമ്പോഴും അതുപോലെ ഞങ്ങൾ വി വെച്ച് പറയുമ്പോഴും അവർ എന്ന് ദേ വെച്ച് പറയുമ്പോഴും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഈ കാര്യം ഈ രീതിയിൽ തന്നെയാണ് പറയുക. എന്തുകൊണ്ടാണ്? അത് ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ
പറയുന്നവയാണ് ഇവയൊക്കെ. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ പറ്റി പറയുന്നതാണ്. പ്ലൂറലാണ് ഇവയൊക്കെ. സബ്ജക്റ്റ് പ്ലൂറലാണ്. ഇവിടെ അവർക്ക് പണമുണ്ട് എന്ന് പറയാം. ദേ ഹാവ് മണി. ദേ ഹാവ് മണി. അവർക്ക് പണമില്ല. ദേ ഡോണ്ട് ഹാവ് മണി. ദേ ഡോണ്ട് ഹാവ് മണി. അവർക്ക് പണമുണ്ടോ? ഡു ദേ ഹാവ് മണി. ഡു ദേ ഹാവ് മണി. അവർക്ക് പണമില്ലേ? പണമില്ലേ എന്ന് വരുമ്പോൾ ഡോണ്ട് ദേ ഹാവ് മണി. ഡോണ്ട് ദേ ഹാവ് മണി. എന്നാൽ ഇവിടെ ഹി അവൻ അല്ലെങ്കിൽ ഷീ അവൾ, ഒരാൾ, ഒരു പേര്, റീന, രാജു, ഇവയൊക്കെയാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ രീതിയിലും ആൻസർ രീതിയിലും മാറ്റം വരും. എന്തുകൊണ്ടാണ്? അവയൊക്കെ ഒറ്റയാണ്, സിംഗുലർ സബ്ജക്റ്റുകളാണ്. അപ്പം അവനൊരു വണ്ടിയുണ്ട് എന്ന് പറയാൻ എങ്ങനെ പറയാം? അവനൊരു വണ്ടി അല്ലെങ്കിൽ അവനൊരു ബൈക്ക് ഉണ്ട് എന്ന് പറയാൻ ഹീ ഹാസ് എ ബൈക്ക് എന്ന് വേണം പറയാൻ. ഹീ ഹാസ് എ ബൈക്ക്. അവനൊരു ബൈക്കുണ്ട്. ഷീ ഹാസ് എ സ്കൂട്ടർ. അവൾക്കൊരു സ്കൂട്ടർ ഉണ്ട്. റീന ഹാസ് എ സ്കൂട്ടർ. റീനക്കൊരു സ്കൂട്ടർ ഉണ്ട്. രാജുവിന് ഒരു ബൈക്കുണ്ട്. രാജു ഹാസ് എ ബൈക്ക്. ഈ രീതിയിലാണ് ഇത് പറയുക. ഹാസ് ഉണ്ട് എന്ന് പറയാൻ ഹാസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവനൊരു ബൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവനൊരു ബൈക്ക് ഉണ്ടോ? ഡസ് ഹീ ഹാവ് എന്നാണ് അവിടെ പറയുന്നത്. ഡു എന്നതിന് പകരം ഡസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഡസ് ഹീ ഹാവ് എ ബൈക്ക്. അവനൊരു ബൈക്ക് ഉണ്ടോ? ഡസ് ഹീ ഹാവ് എ ബൈക്ക്. ഹീ ഹാസ് എന്ന് പറഞ്ഞാൽ അവനുണ്ട്. ഹീ ഹാസ് അവനുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് അത് വരുമ്പോൾ എങ്ങനെയാണ്? ഡസ് ഹീ ഹാവ് എന്നായിത്തീരും. ഡസ് ഹീ ഹാവ്. കാരണം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഹാവിൻ്റെ ബേസ് ഫോം എന്നത് ഹാവ് തന്നെയാണ്. ഹാസ് എന്ന് വെച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡസ് പ്ലസ് ഹാവ്, ഇത് രണ്ടും ചേർന്നതാണ് ഹാസ് എന്നത്. ഡസ് പ്ലസ് ഹാവ്. അപ്പം നമ്മളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഹാസ് ഏതൊക്കെ രീതിയിൽ സ്പ്ലിറ്റ് ആവും? ഡസും ഹാവുമായിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെയാണ് ഡസ് ഹീ ഹാവ് എന്ന് ചോദിക്കുന്നത്. ഡസ് ഹീ ഹാവ് എ ബൈക്ക്. അവനൊരു ബൈക്ക് ഉണ്ടോ? ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാവിൽ എന്തൊക്കെയുണ്ട്? ഡു പ്ലസ് ഹാവ് ആണ്. അതായത് ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് ഫോമാണ്. എല്ലാ വെർബിൻ്റെ ബേസ് ഫോമുകളിലും ഡു അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള വെർബ് ഫോമുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താവും? അത് ഡു വെച്ചിട്ട് ചോദിക്കും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കി നോക്കാം ക്ലിയർ ആവാൻ വേണ്ടി. വാക്ക് എന്ന ഒരു വെർബ് എടുത്തു. വാക്ക്, നടക്കുക എന്ന ആ വെർബിൻ്റെ ബേസ് ഫോമാണ്, അടിസ്ഥാന രൂപമാണ് വാക്ക് എന്നത്. അപ്പം ഐ വാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നടക്കാറുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ വാക്ക്, ഞാൻ നടക്കാറുണ്ട്. എന്നാൽ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നീ നടക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഡു യു വാക്ക് എന്നാണ് നമ്മൾ ചോദിക്കുക. ഡു യു വാക്ക്. അപ്പോൾ ആ വാക്കിൽ എന്തുണ്ട്? ഡു ഉണ്ട്. ഡു യു വാക്ക്, നീ നടക്കാറുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അവനൊരു ബൈക്കില്ലേ എന്ന് ചോദിക്കാനോ എന്നാൽ അവനൊരു ബൈക്കില്ലേ, അപ്പോൾ നെഗറ്റീവ് അവിടെ കൂടെ ചേർക്കണം അല്ലേ? ഡസിനോട് ഡസിൻറ്റ് എന്നാക്കണം. ഡസിൻ ഹി ഹാവ് എ ബൈക്ക്. അവനൊരു ബൈക്കില്ലേ? ഡസിൻ ഹി ഹാവ് എ ബൈക്ക്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം. അതായത് കഴിഞ്ഞ ലെസണിൽ അവസാനം ഡോണ്ട്, അരുത് എന്ന അർത്ഥത്തിൽ ഡോണ്ട് വെർബിനോട് ചേർത്ത് നമ്മൾ പറയാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അരുത്, ചെയ്യരുത് എന്നർത്ഥത്തിൽ. ആ ഡോണ്ടും ഇവിടുത്തെ ഡോണ്ടും തമ്മിൽ അർത്ഥത്തിലും ഉപയോഗത്തിലും വ്യത്യാസമുണ്ട്. അതായത് അത് തുടക്കത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അവിടെ എന്നാൽ ഇവിടെയോ, ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഡോണ്ട് യൂസ് ചെയ്യുന്നത്. ഡോണ്ട് ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കരുത് എന്നാണ്. എന്നാൽ ഐ ഡോണ്ട് ടേക്ക് എന്ന് പറഞ്ഞാലോ, ഞാൻ എടുക്കാറില്ല, അതല്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല. രണ്ടർത്ഥവും ശരിയാണ്. ഐ ഡോണ്ട് ഗീവ്, ഞാൻ കൊടുക്കാറില്ല അഥവാ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതും ആൻസറുകൾ പറയേണ്ടതും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.